ഒഴിക്കടാ. ഒഴിക്കുവാണ് മാമ. ഇന്നെന്റെ പ്രിയപ്പെട്ട മരുമോന്റെ കല്യാണം. അപ്പൊ ഞാനോ? എടാ നിങ്ങൾ എല്ലാരും എന്റെ പ്രിയപ്പെട്ടവരാണ്. എത്ര നാളുകൊണ്ട് പെണ്ണ് നോക്കണതാ? ജാതക ദോഷം എന്ന് പറഞ്ഞ ഇങ്ങനെയുണ്ടാ? അതെ അതെ. ഇപ്പൊ അവന്റെ പ്രായക്കാർക്ക് 3-4 മക്കളായി. ആ AC ഒന്ന് കൂട്ടിയിടിയേട്ടാ. ഈ ചൂടിറങ്ങണമെങ്കിൽ ഇനിയിപ്പൊ അച്ഛന്റെ പ്രായമാണ് മോളെ. ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. മേടിക്കാൻ പോലും. എടാ നിങ്ങൾ കിടന്ന് പിടക്കണ്ടടാ. അതൊക്കെ മാവൻ കണ്ടുവച്ചിട്ടുണ്ട്. കല്യാണ മണ്ഡപത്തിന്റെ പുറകിലൊരു ബീവറേജ് ഉണ്ട്. ഞാൻ ആദ്യം ചെന്നപ്പോ അന്വേഷിച്ചത് അതാ. എന്നാ ഷട്ടർ പൊക്കുന്നത് നോക്കി പെണ്ണുവീട്ടുകാർ റെഡി ആയിരിക്കും അവിടെ. അതെ. ഇന്നലെ ബ്രോക്കറോട് വിളിച്ച് ക്യൂ നിൽക്കാൻ പറ. ബ്രോക്കർ ഒന്നും ഇല്ലടാ, അത് കമ്പ്യൂട്ടറിൽ നിന്ന് വന്ന മന്ത്രിമാണിയാ. മാമ മന്ത്രിമാണിയല്ല, മാട്രിമോണി. ഏതോ മാണി. എടി ഫുഡ് കഴിച്ച പാടിന് ഇപ്പൊ പോർണട്ടോ. ഹലോ, അതെ കൊച്ചനാണല്ലോ. എന്താണ്? പെണ്ണൊഴിച്ചോടിന്നോ? നന്നായി. വണ്ടി എടുത്തോ. പവിത്ര പവിത്ര പവിത്ര, അതെ കല്യാണം മുടങ്ങി, പെണ്ണൊളിച്ചോടി, വണ്ടി വേഗം തിരിച്ചോളി. എടോ എങ്ങോട്ടാണ് ക്യാമറ? കല്യാണം മുടങ്ങി, പെണ്ണൊളിച്ചോടി. സുപ്രാ, എങ്ങോട്ട് പോകാടോ? കല്യാണം മുടങ്ങി, പെണ്ണൊളിച്ചോടി. അതിന് ഞാൻ തോണം ആ വണ്ടികളൊക്കെ എടുത്ത് മാറ്റി ഞങ്ങൾക്ക് പോകായിരുന്നു. അപ്പൊ ഏതാ വണ്ടി? ഒന്ന് പോടോ. ഇത് പാഴ്വണ്ടിയല്ലേ? വണ്ടി ഉണ്ടാ. സുപ്രാ, എന്താ പറ്റി? അതെ കല്യാണം മുടങ്ങി, പെണ്ണൊളിച്ചോടിണ്ട്. അതിന് കൊച്ചച്ഛൻ എന്തിനീ കൂടുന്നത്? നാട്ടുകാരോട് ആദ്യം പറയാൻ വേണ്ടിയായിരിക്കും. തെണ്ടി. എന്നാലും ആ മന്ത്രിമാണി ചായച്ചു കളഞ്ഞല്ല. മാട്രിമോണി. കൊച്ചച്ഛനെ തോടി. കല്യാണം മുടങ്ങിട്ടോ. ഇവിടെ എന്താ നിർത്തിയ? 47 പെണ്ണ് കണ്ടിട്ട് ഒത്ത കല്യാണം. അവൻ ഇങ്ങനെ പോയാ 50 അടിക്കും. പോട്ടെ സൂപ്ര. അത് പോട്ടെ. സുമിനെ, വന്നൊഴിക്ക് എവിടെ ബീവറേജ് ഉണ്ടെന്ന് പറഞ്ഞ? ചെറുപത്തൂര്. ഉറപ്പല്ലേ? പ്രസാദേ, വണ്ടി എടുത്തോ. തിരിച്ചോ, ഒന്നും നോക്കണ്ട. അതെ, വണ്ടിയൊക്കെ തീർന്നോ? അരുണിന്റെ കല്യാണം മുടങ്ങിയേ. അരുണേട്ടാ, ചിന്ന സ്മൈൽ പ്ലീസ്. താങ്ക് യു. തുളുമ്പിച്ചു തരാൻ ഞാൻ. ഒരു പുത്തൻ അല മര, അത് മുത്തോരല മര.